മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂടെ ഒരിടത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അമീറുൽ മുഅ്മിനീനായി ഇസ്ലാമിക ലോകം ഭരിക്കുന്ന കാലം. ഉമർ തങ്ങൾ പറഞ്ഞു, തമന്നൗ, നിങ്ങളൊക്കെ ഒന്ന് കൊതിച്ചോളൂ, മനസ്സിൽ നല്ല ഒരു കൊതി. സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗപ്രവേശനത്തിന് നമ്മെ സാധ്യമാക്കുന്ന ഒരു സൽക്കർമ്മം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് കൊതിച്ചോളൂ. പെട്ടെന്ന് സ്വർഗം കിട്ടണേ എന്ന് കൊതിക്കാൻ എളുപ്പമാണ്. പക്ഷെ സ്വർഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് എങ്ങനെ കൊതിക്കണം? തമന്നൗ, നിങ്ങളൊക്കെ ഒന്ന് കൊതിച്ചു നോക്കൂ, ഒന്ന് ആഗ്രഹം മനസ്സിൽ വെച്ചേക്കണം. എന്താ നിങ്ങൾക്കിപ്പോ തോന്നുന്നത്? സ്വർഗലോകത്തേക്ക് കടക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? നിങ്ങളൊന്ന് കൊതിക്കണേ എന്ന് പറഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ഞാനൊരു 4 സെക്കൻഡ് സമയം തരികയാണ്, ഒന്ന് കൊതിച്ചോളൂ. മനസ്സിൽ ഒരു ആഗ്രഹം. പിന്നെ ഞാൻ ചോദിക്കും, എന്താ വിചാരിച്ചത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരാം എന്നൊരാൾ പറയുകയാണെങ്കിൽ ഒരു കൊതിയൊക്കെ ആവാലോ. കുട്ടികളെ കെട്ടിക്കലും പുരണ്ടാക്കലും വണ്ടി മേടിക്കലും കച്ചവടം തുടങ്ങലും വിസ കിട്ടലും ഇതൊന്നല്ലേ? കുറച്ചുകൂടെ ഉന്നതമായ ഒരു കൊതി, ഒരാഗ്രഹം, ഒരു അഭിലാഷം, ഒരു ആംബിഷൻ മനസ്സിലുണ്ടായിക്കോട്ടെ. മനസ്സിലൊക്കെ ഉണ്ടല്ലോ, അടന്നോട്ടെ. ആ സദസ്സിലിരിക്കുന്ന സ്വഹാബി പറഞ്ഞു, ലൗ കാന ലീ മിൽഉ ഹാദിഹി ദാരി ദഹബൻ വഫിദ്ദ ലഅൻഫഖ്തുഹാ ഫീ സബീലില്ലാഹ്. നാം ഇരിക്കുന്ന വീട് നിറയെ സ്വർണവും വെള്ളിയുമാണെങ്കിൽ അത് മുഴുവൻ ഞാൻ അള്ളാഹുവിന്റെ വഴിയിൽ ദാനം ചെയ്തേനെ. എനിക്ക് അള്ളാഹുവിന്റെ വീട് നിറയെ സ്വർണവും വെള്ളിയും നൽകിയിരുന്നുവെങ്കിൽ എന്തിന്? ദാനം ചെയ്യാൻ. എന്റെ ആഗ്രഹം അതാണ്. ഹലാലായ നല്ല ആഗ്രഹം. വേറെ ഒരു സ്വഹാബി, ഇത് നേതൃത്വം കൊടുക്കുന്നത് ആരാ? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അടുത്ത ആള് കൊതിക്കാൻ പറയാൻ പറഞ്ഞു. ഉമർ തങ്ങൾ പറഞ്ഞോളൂ. അടുത്ത ആള് പറഞ്ഞു, അസമന്നാ ലൗ കാന ലീ മിൽഉ ഹാദിഹി ദാരി ലുഅതൻ വസബർജദാ. ഈ വീട് നിറയെ മനോഹരമായ വിലപിടിപ്പുള്ള കല്ലുകൾ, പവിഴങ്ങൾ, രത്നങ്ങൾ. അള്ളാഹുവിന്റെ വഴിയിൽ ദാനം കൊടുക്കാൻ വേണ്ടി കുറെ ഡയമണ്ടുകളും പ്രഷ്യസ് സ്റ്റോണുകളും ഒക്കെ എനിക്കൊരു വീട് നിറയെ കിട്ടിയിരുന്നെങ്കിൽ. പെണ്ണുങ്ങൾ ആലോചിക്കും ചിലപ്പോൾ ജ്വല്ലറിന് മുമ്പിൽ മുടച്ചാൽ ആ ജ്വല്ലറിന്റെ അപ്പൻ്റെതായിരുന്നെങ്കിൽ. സ്വർണം വെള്ളിയൊക്കെ കാണുമ്പോഴേ വെള്ളി അത്ര ഉണ്ടാവില്ല, ഇപ്പൊ ഡയമണ്ടുമൊക്കെ കണ്ടുപോണത്. സഹാബി ആഗ്രഹിക്കുകയാണ്, റബ്ബേ ഡയമണ്ടുകളൊക്കെ ഉള്ള ലുഅതൻ വസബർജദ് എനിക്ക് എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. കുട്ടികളെ കെട്ടിക്കുന്ന സമയത്ത് തലയിൽ കഴുത്തിൽ ചാർത്തിക്കൊടു, അതല്ല പറയണത്. എന്തേ? അള്ളാഹ്ക്ക് വേണ്ടി പാവപ്പെട്ടവർക്കൊക്കെ വാതിലി വിതറി കൊടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. തമന്നൗ, കൊതിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ കൊതിക്കുന്നു. എന്റെ ആഗ്രഹം ദർബുൻ ബിസ്സൈഫ് വസൗമുൻ ഫിസ്സൈഫ് വഇക്റാമുൻ ദൈഫ്. എനിക്ക് ഈ 3 എണ്ണമാണ് ആഗ്രഹം. അല്ലാഹുവിന് വേണ്ടി വാളെടുത്ത് പോരാടാനും, സൗമുൻ ഫിസ്സൈഫ് നല്ല ചൂടുകാലത്ത് സുന്നത്ത് നോമ്പെടുക്കാനും. ചൂടുള്ള കാലത്ത് സുന്നത്ത് നോമ്പ്, ചൂടുള്ള കാലത്ത് ഫർള് നോമ്പ് തന്നെ നടക്കണില്ല അല്ലേ? ഇവ 2-3 കൊല്ലം കഴിഞ്ഞാൽ നല്ല ഏപ്രിൽ മെയ് ചൂടിലേക്കായിരിക്കും നമുക്ക് കേരളത്തിൽ റമദാൻ വരിക. ഇൻഷാ അല്ലാഹ്. ചൂടുള്ള കാലത്ത് സുന്നത്ത് നോമ്പ് ചെയ്യാനും വൈകിറാമുൻ ദൈഫി, അതിഥികളെ സൽക്കരിക്കാനും വല്ലാത്ത കൊതിയുണ്ട്. എന്റെ ആഗ്രഹം അതാ. എന്റെ ജീവിതം ഞാൻ അതിനാ വെക്കുന്നത്. സാധിക്കുമെങ്കിൽ എന്ന് അലി റളിയല്ലാഹു അൻഹു. ഈ 2 ആൾ കൂടെ ബാക്കിയുണ്ട് പറയാൻ. അതിലൊന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കഴിഞ്ഞപ്പോ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, ഞാൻ കൊതിച്ചു പോവുകയാണ്. ഫീ ലൈലത്തിൻ ശാത്തിയത്തിൻ കസീറത്തിൽ ജലീദ്, ഐസ് പെയ്യുന്ന കൊടിയ തണുപ്പുള്ള അതിശൈത്യമുള്ള ഒരു രാത്രിയിൽ, തുസഫു ഇലയ്യ ഇംറഅത്തുൻ, ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഉഹിബ്ബുഹാ വതുഹിബ്ബുനി, എന്നെ സ്നേഹിക്കുകയും ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയോടൊപ്പം ആദ്യത്തെ രാത്രിയിൽ കഴിയാൻ അല്ലാഹു എന്നെ അനുവദിക്കുന്ന ഒരു രാത്രി.
നല്ല തണുപ്പുള്ള രാത്രി, പുറത്തിറങ്ങാൻ പറ്റാതെ വിറവിറക്കുന്ന രാവിൽ യുനാദി മുനാദി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതൻ വിളിക്കുന്ന യുദ്ധത്തിലേക്ക് വരണേ എന്ന് വിളിക്കുന്ന സമയത്ത് എന്റെ ഭാര്യയോടൊപ്പം കിടന്നുറങ്ങാൻ കഴിയുമായിരുന്ന ഒരു രാത്രിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭാര്യ, എന്നെ ഇഷ്ടപ്പെടുന്നവൾ, അവളോടൊപ്പം ഞാൻ കഴിയാൻ ആഗ്രഹിക്കുന്ന അതേ രാത്രിയിൽ മറുവശത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിളിയാളം കേൾക്കുമ്പോ എന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ തണുപ്പുള്ള ആ രാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ട് അള്ളാഹുക്ക് വേണ്ടി ജീവൻ കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ഇനി അഞ്ചാമനായ ഈ മീറ്റിംഗിന് നേതൃത്വം കൊടുത്ത അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ പറയാനുണ്ട്. ഞാൻ കൊതിച്ചു പോവുകയാണ്. ലൗകാനലി മിൽഉ ഹാദിഹി ദാരി റിജാലൻ കഅബീ ഉബൈദ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ ഉബൈദ തങ്ങളെ പോലെ, ഹബീബിന്റെ സ്വഹാബിമാരിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലെ ത്യാഗം ചെയ്യാൻ കഴിയുന്ന കുറച്ച് ചെറുപ്പക്കാരെ എനിക്ക് ഈ വീട് നിറയെ അല്ലാഹു നൽകുകയായിരുന്നുവെങ്കിൽ ലസ്തഅമൽതുഹും ഫീ ത്വാഅത്തില്ലാഹ്, ലസ്തഅമൽതുഹും ഫീ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ നടപ്പാക്കാനും അല്ലാഹുവിന്റെ അനുസരണ ഇബാദത്തിന് വേണ്ടിയും അല്ലാഹുവിന്റെ ദീനിന്റെ സഹായത്തിനും ആ ചെറുപ്പക്കാരെ മുഴുവൻ ഉപയോഗിച്ച് ദീനീ പ്രവർത്തനം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വർണവും വെള്ളിയതൊന്നുമല്ല, എനിക്ക് നല്ല ഒന്നാം നമ്പർ ചെറുപ്പക്കാർ വേണം. ആരെ? അബീ ഉബൈദ, അബൂ ഉബൈദ തങ്ങളെ പോലത്തെ ചെറുപ്പക്കാർ ഈ വീട് നിറയെ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് മുഴുവൻ ദീനിന്റെ ടാസ്കുകൾ കൊടുത്ത് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു. നമ്മൾ കൊതിച്ചു പോവാൻ അങ്ങനത്തെ ചെറുപ്പക്കാരൊക്കെ കിട്ടുമെന്ന്. കല്യാണം ആലോചിച്ച് വരുമ്പോ വാപ്പ പറയുന്നുണ്ട്, പെണ്ണിന്റെ വാപ്പ, പിന്നെ കള്ളുകുടിയും ചീട്ടലൊന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ കിട്ടാനില്ല അങ്ങനത്തെ ചെറുക്കന്മാരെ. എന്നാലും കള്ളുടിച്ച് റോഡ് സൈഡിലൊന്നും വീണടക്കാത്ത ടൈപ്പ് ഉണ്ടെങ്കിൽ അതിലൊന്ന് കിട്ടി എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കായിരുന്നു എന്നാലോചിക്കുന്ന കാലമായി പോയിട്ടുണ്ട്. അവിടെയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ നല്ല കുറച്ച് ചെറുപ്പക്കാർ ഒരു നാട്ടിലുണ്ടെങ്കിൽ, ഒരു പ്രദേശത്തുണ്ടെങ്കിൽ എന്തൊരു നന്മയായിരിക്കുന്നത്. മാഷാ അല്ലാഹ്, എന്തൊരു സൗഭാഗ്യമാണ് ദീനിന് ത്യാഗം ചെയ്യാൻ പറ്റുന്ന ആളുകൾ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.